ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ലോകം നിങ്ങളെ വെറുക്കും. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, പിതാവിനെയും പുത്രനെയും അറിയാത്ത വ്യക്തികൾ, ഈ ലോകത്തിൻ്റെതായ വ്യക്തികൾ. നമ്മളെത്ര നന്മ ചെയ്താലും നമ്മളെ ദ്വേഷിക്കുകയും ഉപദ്രവിക്കുകയും പരദൂഷണം പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഏതെല്ലാം വിധത്തിൽ നമ്മളെ പീഡിപ്പിക്കാമോ, ഏതെല്ലാം വിധത്തിൽ നമ്മളെ ഇതിൽ നിന്നും വ്യതിചലിപ്പിക്കാമോ, ക്രിസ്തുവിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാമോ, ഇതിനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. കാരണം ഈശോയെ അങ്ങനെ പീഡിപ്പിച്ചു ലോകം. അതിന് മാത്രം ഏതെല്ലാം വിധത്തിൽ അസ്വസ്ഥപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അതൊന്നും അവിടുത്തെ അടുക്കൽ വിലപ്പോയില്ല. എല്ലാം അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈ ഭൂമിയിലേക്ക് ജാതനായത്. എന്നെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് പാടുപീടുകൾ സഹിച്ചു, കുരിശിൽ മരിച്ചു, ഉദ്ധാനം ചെയ്തെന്ന് വിശുദ്ധ കുർബാനയായി നമ്മളോടൊപ്പം ജീവിക്കുന്നു. അപ്പം കർത്താവിനെ എല്ലാവരും എല്ലാ മേഖലയിലും വെറുപ്പായിരുന്നു കിട്ടിയിരുന്നത്. സർവ്വ മേഖലകളിലും കർത്താവിനെ വെറുത്തുപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്തിന് അവസാനം കൂടെ നിന്നിരുന്നവർ പോലും ഓടി രക്ഷപ്പെട്ടു. കാരണം അവനവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ തന്നെയായിരിക്കും ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഇന്ന് കയ്യടി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയായ തലത്തിലുള്ള ഒരു കയ്യടി അല്ല. ഒരു കാരണവശാലും ക്രിസ്തുവിന് കിട്ടാത്തത് നമുക്കാർക്കും കിട്ടില്ല. അതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അത് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അത് ലോകത്തിൽ ആയിരിക്കുന്നവരാണ് അത് ആഗ്രഹിക്കുന്നത്. നമുക്കാവശ്യമുള്ളത് എന്താണ്? നമുക്കാവശ്യമുള്ള ക്രിസ്തുവിനെ പങ്കുവച്ചു കൊടുക്കുക. അതിനെ എല്ലാവരും ക്രിസ്തുവിനെ അറിയട്ടെ. അങ്ങനെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, സ്നേഹത്തിൽ വർദ്ധിക്കട്ടെ. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന സ്നേഹത്തിൽ നല്ലൊരു ജീവിതം കഴിക്കാൻ ഈ ലോകം മുഴുവനുള്ള സകല ജനപദങ്ങളും ഉണരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സുവിശേഷം പറഞ്ഞ് നമ്മളൊരു വലിയ പുള്ളിയായി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തപ്പെട്ട് കാണുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മളും ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ക്രിസ്തു അതല്ല ചെയ്തത്. ക്രിസ്തു ചെയ്ത അതേ വഴി നമ്മൾ യാത്ര ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ സംപ്രീതരായി ജീവിക്കാനും ക്രിസ്തുവിന് അനുരൂപരായി ജീവിക്കാനും സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റേതായ അരൂപിയാൽ തന്നെ നയിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സഹനങ്ങളും നമുക്ക് പീഡകളും എല്ലാം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ മാത്രമേ നമ്മൾ ശരിയായ ആ ഒരു പാതയിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. സഹന വഴികളിൽ സർവശക്തനായ കർത്താവിലേക്ക് നോക്കുക. കുരിശിൽ അവിടുന്ന് അനുഭവിച്ച പാടുപീടുകളെ ഓർക്കുക, ധ്യാനിക്കുക. അവിടുന്ന് നമുക്കായി കുരിശിൽ മരിച്ചതിനെ ഓർത്ത് സന്തോഷത്തോടെ നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കുക, ഈശോയുടെ തിരുമുറിവിനോട് ചേർത്ത്. അപ്പോൾ ഇതെല്ലാം സഹിക്കാനും
ആരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും വെറുത്താലും എന്നും നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തി ആവസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവർ ആയിരിക്കുന്ന ദേശത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.